ഞങ്ങളിനി ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരോട്ട് പോവുകയാണ്. നേരെ ബാംഗ്ലൂരോട്ടല്ല, അനിയത്തി താമസിക്കുന്ന അഞ്ചലാണ്. ഇന്ന് ഞങ്ങൾ അവിടെ പോയി സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ അവിടെ നിന്ന് തിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനലായ നിഷാസ് മാജിക് ക്രിയേഷനിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ പപ്പയടുത്ത് മമ്മയടുത്തൊക്കെ യാത്ര പറഞ്ഞു. ഇനി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഓക്കെ കയറ്റാൻ പോവാം. കയറും അപ്പച്ചോട് അമ്മച്ചോട് പറഞ്ഞോ പോവാന്ന് പറഞ്ഞാണേ. അത് കടന്നോ കടന്നോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് റോഡിലോട്ട് കയറി യാത്ര തുടങ്ങി. ഇതിപ്പോ കിള്ളിയാണ് കേട്ടോ. കിള്ളി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പങ്കജ കസ്തൂരി. ഇവിടെ വലത് സൈഡിൽ ഇപ്പോൾ പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങിയാണ്. നെയ്യാർ മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇവിടെ നിന്ന് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നത് തൂങ്ങാപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് നേരെ നെയ്യാറ്റിൻകരയ്ക്ക് പോവാം, പാലരാമപുരത്തേക്ക് പോവാം. ആ റോഡാണ് അപ്പോൾ പോകുന്നത്. ഇത് പണ്ടേ ഉള്ളൊരു മാർബിൾ കടയാണ് കേട്ടോ. അത് വെറൈറ്റി മാർബിൾസ് ഇവിടെ ചെറുപ്പകാലം മുതലേ ഉള്ളതാണ്. എൻ്റെ ബന്ധുവാണ്. ആണോ? ഇതൊരു പഴയ ആശുപത്രിയായിരുന്നു, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ. എൻ്റെ ശാലുമോള് ഇവിടെ കുറെ കടന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് വീടുണ്ടായിരുന്നല്ലോ അപ്പോഴും. വണ്ടിയുടെ വീൽ അലൈൻമെന്റ് വന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയോ? ഇവിടെ വീൽ അലൈൻമെന്റ് വന്നത്. ചേട്ടാ ഇവിടെ നിന്ന് തുടങ്ങത്തില്ലേ കാട്ടാക്കട? കാട്ടാക്കട തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല, കിള്ളി മുതലേ ഇങ്ങോട്ട് കാട്ടാക്കട തന്നെയാണ്. ആണോ? ഇവിടെ നിന്ന് നേരെ പോകുന്ന റോഡ് നെയ്യാർ ഡാം. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ബാക്കിലോട്ട് റോഡ് പോകുന്നുണ്ട്. അത് നെയ്യാറ്റിൻകര ബാലരാമപുരം. പിന്നെ അതുവഴി ഊരട്ടമ്പലം വഴി തിരുവനന്തപുരത്ത് പോകാം. ഈ ആർച്ച് കാണുന്ന റോഡല്ലേ? ഇപ്പുറത്തെ റോഡ്. അത് അതിനോട് ആർച്ച് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പോകുന്നത് എവിടെയുണ്ട് ആർച്ച്? ഇതാണ് കാട്ടാക്കട ബസ് സ്റ്റാൻഡ്. ഇപ്പം പുതുക്കി പണിത ബസ് സ്റ്റാൻഡ്. പഴയൊന്നുമല്ല, ശരി 20 വർഷത്തിൽ കൂടുതലായി ബസ് സ്റ്റാൻഡ് പുതുക്കി പണിത്. 20 വർഷമാവോ? പിന്നല്ലേ, 20 വർഷമൊക്കെ ആവും. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകുന്ന റോഡാണ് നെയ്യാർ ഡാം പോകുന്നത്. ഇതൊരു ക്ഷേത്രമാണ്, കാട്ടാൽമുടിപ്പുര ക്ഷേത്രം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്, വലത്തോട്ട് പോകുന്നത് നെയ്യാർ ഡാം റോഡ്. ഇത് നെടുമങ്ങാട് കോട്ടൂര് രണ്ടും ഈ റോഡല്ലേ? കോട്ടൂര് കുറച്ച് കഴിയുമ്പോൾ രണ്ടായിട്ട് തിരിയുമല്ലേ? കോച്ചിലെത്തിയിട്ട് തിരിയും. നെടുമാടിന് വേറെ റൂട്ടും. നേരെ പോയി കഴിഞ്ഞാലും പോകാം, തിരിയാതെ നേരെ പോയാലും നെടുമങ്ങാട് പോകാം. നമുക്കിന്ന് ആരനാട് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് വേറെ വഴിക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അല്ല, നമുക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ അവിടെ നിന്ന് പേരൂർക്കട പോയിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ റോഡ് വീതി കൂട്ടുന്നില്ലല്ലേ? കൂട്ടാൻ പറ്റാത്ത നടത്തെല്ലാം കടകൾ. അതെല്ലാം ഫ്യൂച്ചറിലാവും. കുറച്ചുകൂടെ താഴെ ഇറങ്ങുമ്പോഴാണ് കാട്ടാക്കട മാർക്കറ്റ്. ശരിക്കും കാട്ടാക്കട ചന്ത റോഡ്. ഇത് എപ്പോഴാണ്? തിങ്കളും വ്യാഴം അല്ലേ? അതോ തിങ്കളും ബുധനാണ്? അറിയില്ല. വലിയ മാർക്കറ്റ് ഉള്ളത്. ഇതൊരു വലിയൊരു ചന്തയാണ്. നല്ല ഇന്നും ഉണ്ട്, എല്ലാ സാധനങ്ങളും കേട്ടോ ഇവിടെ. ഇതിനകത്തല്ലേ? ഇവിടെ അല്ലേ? എന്നുമുണ്ട്. 2 ദിവസമാണ് വലിയ ചന്ത വരുന്നത്. ആഴ്ചയിൽ 2 ദിവസം ഉണ്ടാവും.
കഴിയാറായി. ആര്യനാട് ആലമ്മൂട് ജംഗ്ഷൻ എത്തി. ആലമ്മൂട് ജംഗ്ഷൻ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ഇവിടെ. റോഡൊക്കെ ഇച്ചിരി വീതിയായല്ലേ? റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് ഒരാറുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പണ്ട് അമ്മ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ ആരനാട് സ്കൂളിലാണ് പഠിക്കാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വള്ളം കയറി വേണം ഇതുപോലെ സ്കൂളിൽ പോകാൻ. ഒരു പ്രാവശ്യം എന്തോ 8-9 പഠിക്കുമ്പോൾ ഒരിക്കൽ വള്ളത്തിൽ കയറി പോയപ്പോൾ അതൊരു കൊച്ചു വള്ളത്തിൻ്റെ സൈഡിൽ കയറി ചവിട്ടി വള്ളം മറിഞ്ഞ് എല്ലാവരും വള്ളത്തിൻ്റെ അടിയിലും ഒക്കെ ആയി. പിന്നെ ആരൊക്കെ പിടിച്ചു വള്ളം നൂത്തും അങ്ങനെയൊക്കെയാണ് അന്ന് എല്ലാവരും രക്ഷപ്പെട്ടത്. കുറേ കുട്ടികൾ അതോടെ പഠിത്തം നിർത്തിയെന്ന് പറയുന്നത്. കാരണം പുസ്തകമെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയേ അങ്ങനെയൊക്കെ. എത്തേണ്ട സ്ഥലത്തെത്തിയല്ലേ? നമുക്ക് ഇന്നത്തെ ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മുമ്പോട്ട് പോകാം. ഓക്കെ, എന്തൊരു കിതപ്പ. അതിന്റെ സൗണ്ട് അല്ല ഇതിനകത്ത് കേൾക്കുമെന്ന് തോന്നുന്നു. ഞാൻ കിതച്ച് അവന്. ഇത് നെടുമങ്ങാട് റോഡല്ലേ? നമ്മൾ ആരിനായിട്ട് വന്ന കാര്യം കേട്ടാ പറയണ്ടേ? നമ്മൾ ആരിനായിട്ട് വന്ന കാര്യം ഭംഗിയായിട്ട് നടന്നു. അത് നമുക്ക് പിന്നെ ഒരു ദിവസം ഒരു വീഡിയോയിൽ പറയാം അതിനെ കുറിച്ച്. ഒത്തിരി ദൂരമുണ്ട് ഇവിടെ നെടുമങ്ങാടിന്? ഒരു 6 കിലോമീറ്റർ കാണുമായിരിക്കും. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ നോക്കി അറിയാം നെടുമങ്ങാട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്. നെടുമങ്ങാട് 6 കിലോമീറ്റർ. വർക്കല ബീച്ച് 54 കിലോമീറ്റർ. വർക്കല ബീച്ചിലേക്ക് അപ്പോൾ ഏതൊരു പോകും? ഞാൻ നിങ്ങളുടെ ഒരുപാട് പോയിട്ടാണ് വർക്കല ബീച്ച് വരണേ. തിരിഞ്ഞങ്ങ് പോകുമായിരിക്കും. ഭൂമി മുരണ്ടതല്ലേ? കാട് പിടിച്ച് കിടക്കുന്ന റോഡ് മൊത്തം. റോഡിന്റെ ആ സൈഡിലുള്ളതെല്ലാം പ്രകൃതി ഭംഗിയാണ്. ഇതാണ് കേരളത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. പ്രകൃതി ഭംഗി. ഓം ശാന്തി ഓസാന സിനിമയിൽ പറഞ്ഞ് കേട്ടില്ലേ? പച്ചപ്പും ഹരിത എന്തോ എന്ന് പറയല്ലേ? അത് കാണാൻ വേണ്ടി കേരളത്തിലോട്ട് പോകാന്ന് പറഞ്ഞിട്ട് നടന്നു മല ഭംഗി. പച്ചമല, ഹരിത മല. ശരിക്കും നമ്മള് വനത്തിലോട്ട് പോകുന്നല്ലേ? ശരിക്കും വനത്തിലോട്ടാണ് പോണല്ലേ നമ്മള്? എങ്ങും പച്ചപ്പുതപ്പ്. എനിക്ക് തൊണ്ടവേദനയായിട്ട് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. തൊണ്ട മൊത്തം പോയി. നെടുമങ്ങാട് തൊണ്ടവേദന എടുക്കാൻ കാരണം എന്തോ? ഇന്നലെ എന്താ പറ്റിയത്? ഇന്നത്തെ പറ്റി പോയതാ. ഇത് നെടുമങ്ങാട് ഹോസ്പിറ്റലല്ലേ? ഇവിടെ വെച്ചല്ലേ അമ്മ മരിക്കുന്നേ? അതെ. എൻ്റെ ഇത് ഒന്നയായിരിക്കും കേട്ടോ. ഇവിടെ അല്ലേ ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ കൃഷി നോക്കിയേ? അല്ല, ജൈവ കൃഷി ഇതൊക്കെ വിൽക്കാനുണ്ടായിരുന്നു. ഇവിടെ പടത്തി വിടുന്ന പയറോ പടവലം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. കഴിഞ്ഞിട്ട് അടുത്തെല്ലാം ഉണങ്ങി.
ചെടി നേഴ്സറി അല്ല, അത് മാവൊക്കെ മാവ്, പ്ലാവ്, പക്ഷെ ഒന്നും കണ്ടുകൂടാ. പേര, എന്തൊക്കെ നിൽപ്പുണ്ട് അവിടെ. ചേട്ടാ അത് നോക്കണ്ട, വണ്ടി ഓട്ടിച്ചോ. ചുള്ളിമാരും ഇതാണല്ലേ പൊന്മുടിക്ക് പോകുന്നത്. ചുള്ളിമാരുന്ന് അപ്പുറത്ത് പോകണ്ടായിരുന്നു. പൊന്മുടി. ആയിരിക്കും കോളേജിൽ നിന്ന് പോയിട്ടുണ്ട് പൊന്മുടി. ഞാൻ ഒത്തിരി പ്രാവശ്യം പണ്ട് പോയിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഒന്ന് വയ്യാണ്ടായി. വരുന്ന വഴിക്ക് ഞങ്ങൾ ഈ ആശുപത്രി കയറി. ഗവൺമെൻറ് ആശുപത്രി ആയിരുന്നു. ഇവിടെ കയറി മരുന്ന് മേടിച്ചു, ഇഞ്ചക്ഷനും എടുത്തു. ഇനി ഇവിടെ നിന്ന് തിരിക്കുവാണ്. പാലോട് ഗവൺമെൻറ് ആശുപത്രിയാണ്. എൻ്റെ നല്ല ഡോക്ടറായിരുന്നു. വൈറൽ ഫീവറിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ് ആണോ? ആ, അപ്പം നാളെ പോക്ക് നടക്കില്ല. ഇല്ല കുഴപ്പമില്ല. മരുന്നൊക്കെ തന്നു, രാത്രി കഴിക്കാനൊക്കെ തന്നു, ഇഞ്ചക്ഷൻ എടുത്തു. ഉടനെ തന്നെ അവർ പറഞ്ഞു എന്തായാലും ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ക്ഷീണമുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തു. തിരിച്ചു തരാം, ഞാൻ കിടക്കാൻ പോവുക. ഇത് ഒത്തിരി ദൂരമുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു 20-25 കിലോമീറ്റർ ഉണ്ട് ഇന്ത്യ. അപ്പോൾ ഇത്രയും ക്ഷീണം എങ്ങനെ വന്നോന്ന് അറിയത്തില്ല. അങ്ങ് ക്ഷീണമാണ്, ശരീരം അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്നു. ഇവിടെ പമ്പില്ലേ പാലോട്? പാലോട് ഇവിടെ ഉണ്ടല്ലോ ഒരു പാമ്പ്. പാലോട് ഇല്ലേ? ഇവിടെ പമ്പില്ല. നമ്മൾ വഴി കിടക്കുവോ? വഴി കിടക്കൊന്നുമില്ല. നാളെ രാവിലെ ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അത് കാണുന്ന നീല പെയിന്റ് അടിച്ചാൽ പമ്പാന്ന് തോന്നുന്നു. HP പമ്പാണെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടാവുമെന്തോ. പോലീസ് നിൽക്കുന്നു. പവറങ്ങ് ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പവറുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പവറുണ്ടാ? പവർ എത്രയ്ക്ക് അടിക്കണം? അങ്ങനെ നമുക്ക് വണ്ടിക്ക് പെട്രോൾ കിട്ടി. പെട്രോൾ പമ്പിൽ നമ്മൾ ഇറങ്ങി അടുത്ത് യാത്ര തുടങ്ങി. അടുത്ത് മടത്തറ. കഴിഞ്ഞ് മടത്തറയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മടത്തറയിൽ നിന്ന് പിന്നെ എത്ര കിലോമീറ്റർ വരും? 15 കിലോമീറ്റർ വേണം. ഇവിടുന്ന് 10 കിലോമീറ്റർ ആണ് മടത്തറ. അവിടെ നിന്ന് 15 കിലോമീറ്റർ. ഇത് കാണുന്നതാണ് വൃന്ദാവൻ കൺവെൻഷൻ സെൻറ്റർ. വൃന്ദാവൻ കൺവെൻഷൻ സെൻറ്റർ എന്താണല്ലോ കേട്ടോ. ഇത് വലിയൊരു കൺവെൻഷൻ സെൻറ്റർ പാലോട്. ഇവിടെ നേരെ പോകുന്നതാണ് തെന്മല അഞ്ചൽ റൂട്ട്. തെന്മല അഞ്ചൽ റൂട്ട് ഇതുവഴി പോകുന്നതാണ്. റൂട്ടാണല്ലോ നമുക്ക് പോവേണ്ടത്. വലിയ തേക്ക് മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. വനമാണ്. ചെറുതായിട്ടൊക്കെയുള്ള വനപ്രദേശമൊക്കെ എത്തി തുടങ്ങി. പ്രകൃതി ഗാർഡൻ നഴ്സറി. ഇപ്പുറത്തൊരു നഴ്സറി ഉണ്ടായിരുന്നു, ഒരു ഗാർഡൻ, പ്രകൃതി ഗാർഡൻ. ഇനി നമ്മൾ മൊത്തം വനത്തിന്റെ ഒരു സൈഡ് മൊത്തം വനമാണ്. അനിയത്തിന്റെ വീട്ടിലിരിക്കുന്ന ഒരു സൈഡ് വനവും ഒരു സൈഡ് അല്ലാതെ അല്ലേ. ഭാഗത്തൊക്കെ ഇത് കാട്ടുപന്നിയൊക്കെ ഇറങ്ങുന്നതാണ്. ഇതിനിടയ്ക്ക് അവിടെ കാട്ടുപോത്തും വന്നെന്ന് പറയുന്നത്. അയ്യോ, കാട്ടുപോത്ത് രാത്രിക്ക് അങ്ങ് പോയി കയറിയാൽ മതിയായിരുന്നു. പിന്നെ ആനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആനയൊക്കെ ഇറങ്ങുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പന്നിയെ കൊണ്ട ശല്യം. പന്നികളല്ലേ എല്ലാം. ചെറിയൊരു കാട്. ചെറുപ്പം കുറേ ഉണ്ടാവും. ഈ ഒരു കട ഉണ്ടോ? പണ്ടേ പപ്പയൊക്കെ ആയിട്ട് ഞങ്ങൾ വരുമല്ലോ ഇവിടെ ചായക്കട. എപ്പോഴും ഇവിടെ വന്നാലും ഈ ചായക്കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നതും എല്ലാം. എന്താ ഭംഗിയെന്ന് കാട് കാണാൻ. അത് കാണാൻ ഭംഗിയാണ്, പക്ഷെ ഇവിടെ കിടക്കുന്നവർ എന്തോരം പേടിച്ചായിരിക്കും കിടക്കുന്നത്. ഇവിടെ അങ്ങനെ വലിയ അക്രമമൊന്നുമില്ല. പിന്നെ കാട്ടുപന്നി വരും. അവർക്ക് എന്താ കഴിച്ചിട്ട് അവരങ്ങ് പോവില്ലേ. പിന്നെ കുരങ്ങന്മാരുണ്ട്. ബന്ദർബായ്. ഇതാണ് ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ പണിയെ. എനിക്ക് തോന്നുന്നു നാളെ രാവിലെ പോക്ക് നടക്കൂലെന്ന് തോന്നുന്നു. ഇല്ല, അവരെനിക്ക് ഞാൻ പറഞ്ഞു യാത്രയില്ലാന്ന് പറഞ്ഞു.
ഉടനെ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നൈറ്റ് സ്റ്റേ കഴിഞ്ഞ് ഡേ സ്റ്റേയും കഴിഞ്ഞ് പിന്നെ നാളെ നൈറ്റേ പോക്ക് കിടക്കുന്നുണ്ടായിരിക്കും. അയ്യോ, അവിടുത്തെ കണ്ടീഷൻ നോക്കാം. ഒന്ന് ഉറങ്ങണം. ഇപ്പൊ ആ മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൂടെ ആയപ്പോ മൊത്തത്തിൽ പറഞ്ഞായിരുന്നു അവര് ഗുളിക കഴിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ നാളെയും 5 ദിവസം കഴിക്കണം. നാളെയും ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം. ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം 5 ദിവസം. നമ്മുടെ കുട്ടി ഡോക്ടർ പറഞ്ഞത് 3 ദിവസം മതിയെന്ന്. നല്ല ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് എനിക്ക് നേട്ടം കാലിനൊക്കെ ഒരു ഇതുണ്ട്. എനിക്ക് ഇന്നലെ ഞാൻ കാണുന്നില്ലായിരുന്നു. ആ നല്ല വേർത്തായിരുന്നു. പക്ഷെ എനിക്ക് ഇതിന് മുമ്പ് ഇതുപോലെ തൊണ്ടയ്ക്ക് വരുന്ന ഈ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. കുളിച്ചിട്ട് എവിടെയെങ്കിലും ഇറങ്ങി പോകുന്ന വെയിലടിക്കുന്നതും പിന്നെ കുളിച്ചിട്ട് പക്ഷെ പോയതും വെയിലില്ല ഇവിടെ. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വലിയ എന്താ ജീവിയായിരിക്കുമെന്ന്. പൂച്ചയെ കാണുമെന്ന് പറഞ്ഞാൽ കാട്ടുപൂച്ചയായിരിക്കും. ചേട്ടാ, ഇവിടെ നേരത്തെ വേറൊരു പാലം ഉണ്ടായിരുന്നല്ലോ. പണ്ട് ബ്രിട്ടീഷുകാർ പണിത പാലം കാണാൻ പറ്റുമോ? പക്ഷെ എന്നെ നിർത്തി കാണാമായിരുന്നു. ആണോ? ഇത് പിന്നീട് പണിത ബ്രിട്ടീഷ് പാലം, ഇരുമ്പ് പാലം. പക്ഷെ ബ്രിട്ടീഷുകാർ പണിത പാലം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ അല്ലേ കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ? ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ തന്നെയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രാവശ്യം വരണം നമുക്ക്. ഇവിടെ മടത്തറിൽ നോക്കിയിട്ട് മിക്ക കടകളും കുഴിക്കകത്തായിരിക്കുന്നത്. റോഡ് ഹൈറ്റ് കൂട്ടിയായിരുന്നല്ലോ. ഇതാണ് മലയോര ഹൈവേ അല്ലല്ലോ? വേറെ ഹൈവേ വരും എന്ന് പറയുന്നത്. അപ്പൊ അത് അവരുടെ വീടിന്റെ മുറ്റത്തൂടെ പോവല്ലേ? ചൈതന്യ മാർബിൾസ് അഞ്ചൽ അതിന്റെ അടൂർ പരസ്യം പറയുന്നത് പോലെ ആയിരിക്കും. എന്ത് ചൈതന്യ മാർബിൾസ് അഞ്ചൽ ആൻഡ് അടൂർ? അത് പരസ്യമാണല്ലോ. സ്കൂൾ നോക്കിയ മൊത്തം കുഴിക്കാത്ത റോഡ് പൊങ്ങി കേട്ടോ. റോഡ് പൊങ്ങിയപ്പോ സ്കൂളല്ല. അപ്പൊ മഴയാണെങ്കിൽ വെള്ളം കയറുമെന്തോ എന്തിനാ നോക്കിയേ? അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ടാവും. ആ പുള്ളിക്കൻ ബൈക്കും കൊണ്ട് പോയതുണ്ട്. ചേർന്ന് ഇങ്ങ് വന്നു പോയി. ഇനിയെല്ലാം പേടിപ്പിക്കുന്ന സ്ഥലത്തൂടെ പോകുന്ന. വല്ലാത്ത സ്ഥലം ഇത്. ഏകദേശം നമ്മുടെ യാത്ര അവസാനിക്കാറായി വരുന്നല്ലേ? 6 കിലോമീറ്റർ ഉണ്ട് ഇന്നത്തെ യാത്ര അവസാനിക്കാൻ പോകുന്നു. 6 കിലോമീറ്റർ കഴിഞ്ഞാലേ. ഓഫ് ചെയ്ത് ഡോറ് തുറന്നില്ല. സൗണ്ട് പതുക്കെ പോവാം. എന്ത് നോക്കുക? റോക്കി ബായി മാറി. ഇനി റോക്കി തല വെളിയിലിട്ട് റോക്കി ബായി മാറി റോക്കി സിംഗ് ആവാൻ പോകുന്നു. റോക്കി ഫ്രഷ് കാറ്റെടുക്കുകയാണ്. ഇനി പഞ്ചാബിൽ പോകുന്ന റോക്കി സിംഗ് ആവും. റോക്കി ബായി റോക്കി സിംഗ് ആയി തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് പാടിയൊക്കെ കെട്ടി പഞ്ചാബികളുടെ. ആശ നല്ല ഹോസ്പിറ്റലായിരുന്നു ചേട്ടാ. അത് സാധാ പോത്താ, വളർത്തു പോത്താ. ഇത് ആര് വളർത്തുന്ന പോത്താ. ഇവിടെയൊക്കെ തുറന്നു വിടുവല്ലേ ചെയ്യുന്നേ. ഈ വനത്തിലോട്ട് രാവിലെ നിങ്ങൾ ആൾക്കാർ കയറ്റി വിടും. ശരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ട് വൈകുന്നേരം അത് കറക്റ്റ് സമയത്ത് തിരിച്ചിറങ്ങി വരും. എന്തായാലും എനിക്ക് പനി സ്റ്റാർട്ടായി. കണ്ണൊക്കെ അടയ്ക്കുമ്പോഴേ ചൂട് തുടങ്ങി.
ഇഞ്ചക്ഷൻ തന്നു, പിന്നെ മരുന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നല്ല ഹോസ്പിറ്റൽ ഇവനേട്ടാ. 5 രൂപയ്ക്ക് ട്രീറ്റ്മെന്റ് നടന്നു. എല്ലാവർക്കും ഗവൺമെന്റ് ആശുപത്രികളിൽ പോകാൻ മടി. ഇല്ല, നല്ല ഡോക്ടറും ആയിരുന്നു കേട്ടോ. കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അവർ പറയുകയും ചെയ്തു, യാത്രയിലല്ലേ ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, വൈറൽ ഫീവറിന്റെ സ്റ്റാർട്ടിങ് ആണെന്ന്, അതിന്റെ ലക്ഷണങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞ്. പാലോട് പ്രൈമറി ഹെൽത്ത് സെന്റർ 5 ദിവസത്തേക്കുള്ള മരുന്നും അവിടെ നിന്ന് തന്നു. ആയത് ഒരു 5 രൂപ. 5 രൂപ ടിക്കറ്റ് എടുക്കാൻ. അത് എല്ലായിടത്തും നല്ല ഇതായിരുന്നു. പക്ഷെ ചില ഇതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ക്യാൻസർ പരമായിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ അവരെയൊക്കെ നെടുമങ്ങാട്ട് പോകാൻ പറയുന്നുണ്ട്. പക്ഷെ ചിലയിടത്ത് ഇല്ല കേട്ടാ. ചിലയിടത്ത് എനിക്ക് തോന്നുന്നു ഇനി വൈകുന്നേരം ആയോണ്ടാണോന്നും എനിക്കറിയില്ല. പക്ഷെ വലിയ തിരക്കില്ലായിരുന്നു. ഉണ്ട്, എന്നാലും ഒരാൾ പോകുമ്പോ അടുത്തൊരാൾക്ക് കയറാൻ അങ്ങനെ തിരക്കുണ്ട്. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചിരി സമയം എടുത്തത് ആ മരുന്ന് തരാൻ വേണ്ടി മാത്രം. പക്ഷെ ഭയങ്കര ഒരാള് ഉണ്ടെങ്കിൽ മാത്രമേ ഇഞ്ചക്ഷൻ എടുക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കൂട്ടിനെ. ഫോണൊന്നും അകത്ത് ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ, അതൊക്കെ എടുക്കാത്ത വീഡിയോ. ഏതൊരു പോയപ്പോ പേടി തോന്നുന്നു. മൊത്തത്തിൽ നല്ല ഇവിടുത്തെ റോഡ് കൊള്ളത്തില്ല കേട്ടോ. പഴയ റോഡ് കുറേ വർഷമായിട്ട് ടാറിട്ടിട്ട്. പണ്ടിവിടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവിടെ വരുമ്പോഴേ ഇവിടെ ടാറിങ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ടാറുണ്ടായിരുന്നു, ഉണ്ട്. പക്ഷെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ടാറൊക്കെ റോഡായിരുന്നു ചേട്ടാ. അങ്ങ് കുടുംബത്തിലോട്ട് പോകുന്നിടത്ത് ഇച്ചിരി ദൂരം, അതിപ്പോഴും ഇല്ല. ടാറിട്ട റോഡാ. എന്നെ എനിക്കറിയാന്നുള്ളതല്ലേ, ഞാനല്ലേ വന്നത്. പാവം ഇതിനിവിടെ സിനിയെ കെട്ടിച്ചിട്ട് നമ്മുടെ കൂടെ വന്ന വണ്ടി ചേട്ടനില്ലേ, ആ ചേട്ടൻ പറയുമായിരുന്നു നല്ലൊരു കൊച്ചിനെ കൊണ്ടൊന്ന് വനത്തിൽ കിട്ടുമെന്ന്. എന്ത് മരങ്ങളാണല്ലോ ഇതല്ലേ കാറ്റാടിയല്ലേ? അല്ല കാറ്റാടി ഉണ്ട്. കാറ്റാടിയാ? കാറ്റാടിയല്ലേ? ആണ്. ഓ ചേട്ടാ, മറ്റേ വെച്ചുകൂടാത്തൊരു മരം ഉണ്ടല്ലോ, മാഞ്ചിയം വെച്ച ആ സൈഡിലൊക്കെ വെള്ളത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വരും എന്നൊക്കെ ഇങ്ങനെ പറയാം. മാഞ്ചിയം മുളക്കാട്. ഇവിടെ കൂടെ അല്ലേ രാത്രിയിലൊക്കെ വരുന്ന ജോസി ഡ്യൂട്ടി കഴിഞ്ഞ്. കാറ് വരുന്ന സൈഡ് കൊടുക്കാൻ തന്നെ പാടാ സ്ഥലം. അവർക്കും ഇല്ല ഇവർക്കും ഇല്ല. ഒതുക്കി നോക്കണേ അതൊക്കെ. അപ്പോ അതൊട്ടും ഇല്ല. ആ മഴയും ചെറിയ മഴ പെയ്ത് ഇവിടേക്കാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ 2 സൈഡിലും ചെറിയൊരു കുഴിയുടെ ഇതായിരുന്നു. അതിന്റെ കാര്യമില്ലട്ടോ. ഇവിടെ എല്ലാം കൊണ്ടൊന്ന് വേസ്റ്റ് എറിയുന്നുണ്ട്. ഇത്രയും സ്ഥലമുള്ളവർക്കാണ് ഈ വേസ്റ്റ് ഇടാനും കളയാനും സ്ഥലമില്ലാത്ത. കണ്ടോ ക്ലോസറ്റ് കക്കൂസിന്റെ അതുകൊണ്ടാണ് ഇട്ടിട്ടുണ്ട് അവിടെ. ഏകദേശം നമ്മൾ എത്താറായി കേട്ടാ. ഈ വാഴയെല്ലാം മൂടി വെച്ചിങ്ങനെ എന്താണെന്നറിയാവോ? എല്ലാം മൂടി ഇട്ടിട്ടുണ്ട്. ഇതുപോലത്തെ 2 ഇത് കയറണം. ഇതുപോലത്തെ ചേച്ചി കയറുമ്പോഴാണ് അവളുടെ വീട് വരുന്ന.
ഇത് ഒരു സൈഡില്ല, ഒരു സൈഡ് വനവാ. ഇവിടെ ഈ സൈഡ് വീടുകളും ഈ സൈഡ് വനവുവാ. ആടോ ഇവിടെയാന്ന് തോന്നുന്നു. ഈ സൈഡാണോ? അല്ല, അടുത്ത കേട്ടത് ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെയാണ് തൽക്കാലം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കിട്ടുന്നത്. ഇവിടെ ഒരു കട. കോഴി അങ്ങനെ ഞങ്ങള് അനിയത്തിയുടെ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുന്ന ആരും ഇല്ലേ? ഞാൻ ഇറങ്ങേണ്ടി വരുമോ? വരുന്നുണ്ട്. ഒരു കഥ തുറക്കണ സൗണ്ട് കേട്ട്. മിക്കവാറും നമ്മൾ വരുന്നതിന് പൂട്ടിട്ട് പോയോ? വരുന്നുണ്ട്. ഇതാണ് എന്റെ അനിയത്തി. എന്തോ? മഴയല്ല, ആശുപത്രിയിലൊക്കെ കയറിയാ വരുന്നത്. പയ്യായിരുന്നു, പനി പിടിച്ചു. ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇനി പോന്ന്. എന്റെ ചെടികൾ മിക്കതും ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ അനിയത്തിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വെളുപ്പിനെ പോകാനാണ് പ്ലാന്. പനിയാണ്, അറിയത്തില്ല. ശരീരം ഓക്കെ ആണെങ്കിൽ നാളെ രാവിലെ തിരിക്കും. തീരെ വയ്യ എങ്കിൽ ഒരു ദിവസം ഇവിടെ നിർന്നിട്ടേ പോവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓക്കിക്കുട്ടനെ ഇവിടെ ഇറക്കുവാണ്. അവൻ കൊച്ചുമ്മയുടെ വീട്ടിൽ വന്നു. പോയി ഇച്ചിച്ചൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് വേടാ. അതായത് അങ്ങ് പോയിട്ടോ. ഇച്ചിയൊക്കെ മുഖത്ത് കയറിപ്പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിൽ അവസാനിക്കുവാണ്. അടുത്ത വീഡിയോയും കാണുന്നത് വരെ ബൈ ബൈ.